إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, ജഗതിയന്താവായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് നമ്മുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം നേടുന്ന വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമ്മളൊക്കെ വിവിധങ്ങളായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണ്. ആഗ്രഹങ്ങളില്ലാത്ത, ലക്ഷ്യങ്ങളും മോഹങ്ങളും ഇല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. ഒരു പിതാവ് കാണുന്ന സ്വപ്നം, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഗ്രഹം നല്ല ഒരു വീട് വേണം, സുരക്ഷിതവും സമാധാനവുമായ ഒരു ജീവിതം തന്റെ കുടുംബത്തിന് ലഭിക്കണം, തന്റെ മക്കളും തന്റെ കുടുംബവും എല്ലാം സമാധാനത്തോടെ ജീവിക്കണം, മക്കളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നൊക്കെയായിരിക്കും. ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം വ്യത്യസ്തമാണ്. നന്നായി പഠിക്കണം, അതിലൂടെ നല്ല ഉയരങ്ങളിലേക്ക് എത്തണം, നല്ല ജോലി വേണം എന്നൊക്കെയായിരിക്കും ഒരു പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം. ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
ഈ ഭൗതികമായ ലോകത്ത് അവന്റെ മനസ്സിലുണ്ടാകുന്ന ഇത്തരം ലക്ഷ്യങ്ങളെക്കാൾ, ഇത്തരം ആഗ്രഹങ്ങളെക്കാൾ, സ്വപ്നങ്ങളെക്കാൾ അവന്റെ മനസ്സിൽ ഉണ്ടാവേണ്ട ലക്ഷ്യം അള്ളാഹുവിന്റെ ഉന്നതമായ സ്വർഗം നേടുക എന്നതാണ്. റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ അവന്റെ സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ സ്വർഗത്തിൽ ഒരു ഇടം ലഭിക്കുക എന്നതാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ സമയത്ത് നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ദുനിയാവിലെ ഒരു ലക്ഷ്യമോ ഒരു സ്വപ്നമോ ഒരു നേട്ടമോ ഉദ്ദേശിച്ചല്ല. ഒരുപാട് തിരക്കുകളും അത്യാവശ്യങ്ങളും ഉണ്ടായിട്ടും ഈ സമയത്ത് ഈ പള്ളിയുടെ ഉള്ളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. ജുമുഅ ദിവസത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, നമസ്കാരത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങളുടെ കച്ചവടങ്ങൾ വരെ ഒഴിവാക്കി നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ ധൃതി കാണിക്കണമെന്ന് വിശ്വാസികളെ വിളിച്ച് അള്ളാഹു പറഞ്ഞതിന് ഉത്തരം നൽകുകയായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഈ ഒരുമിച്ച് കൂട്ടിയത്, നമ്മളെ ഇവിടെ എത്തിച്ചത് അള്ളാഹുവിന്റെ സ്വർഗമാണ്, റബ്ബിന്റെ പ്രതിഫലമാണെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അവരാണ് വിജയം നേടുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, നബിയെ പറയുക, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഇഹലോക സുഖങ്ങളെക്കാൾ, ഈ ഇഹലോകത്തുള്ള ആഡംബരങ്ങളെക്കാൾ, സുഖ സൗകര്യങ്ങളെക്കാൾ ഉത്തമമായ ഗുണകരമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്താണ് ആ ഇഹലോകത്തിലെ എല്ലാ സുഖങ്ങളെക്കാളും ഉത്തമമായ കാര്യം? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കും. ആർക്ക്? സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക്, തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കുമെന്നാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം ആഗ്രഹിക്കുന്ന വിശ്വാസികളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആർക്കാണ് സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് എന്നും ആരാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്നും പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്നാണ്. വസാരിഉ, നിങ്ങൾ ധൃതി കാണിക്കണം, നിങ്ങൾ ധൃതിപ്പെടണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള, രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു മടങ്ങണമെന്നാണ്. വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്നാണ്. സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത്, സ്വർഗം തയ്യാറാക്കപ്പെട്ടത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടിയാണ്, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലക്ക്, അള്ളാഹുവിന്റെ സ്വർഗം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരെന്ന നിലക്ക് ഒരു മുത്തഖിയാകാൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ആരാണ് മുത്തഖി? ആരാണ് യഥാർത്ഥത്തിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവൻ? ആരാണ് സ്വർഗത്തിൽ ഒരുക്കി വെക്കപ്പെട്ട സ്വർഗത്തിന് ഉടമയായ മുത്തഖി ആരാണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വക്ത് നമസ്കാരത്തിന് പള്ളിയിൽ സ്ഥിരമായി വരാറുണ്ടെങ്കിൽ അയാളൊക്കെ ഭയങ്കര മുത്തഖിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചത് ആളുകളെ കണ്ടാൽ അയാൾ ഈമാനുള്ള മനുഷ്യനാണെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് മുത്തഖി? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്താണ് തഖ്വ എന്ന് വിശദീകരിക്കുന്നു. അതിലൊന്നാമത് അദ്ദേഹം പറഞ്ഞത് എന്നാണ്. തഖ്വ എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, 3 കാര്യങ്ങളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തഖ്വയുടെ അടയാളങ്ങളായി പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ നമ്മൾ പരിശോധിക്കണം. ഇത്രയും കാലം ആരാധനകൾ ചെയ്ത, അള്ളാഹുവിനെ ആരാധിച്ച, സൽക്കർമ്മങ്ങൾ ചെയ്ത എനിക്ക് ആ തഖ്വയുള്ള മനുഷ്യരിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആരാണ് മുത്തഖി? അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്. എങ്ങനെ അനുസരിക്കണം? നമ്മളെല്ലാവരും അള്ളാഹിനെ അനുസരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ആഹ്വാനത്തിന് ഉത്തരം നൽകിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് പള്ളിയിലേക്ക് വന്നത്. നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചു. നമ്മൾ നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, നമ്മൾ ദാനം ചെയ്യാറുണ്ട്, നമ്മൾ ഒരുപാട് സൽപ്രവർത്തികളിൽ ഏർപ്പെടാറുണ്ട്. പക്ഷേ അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫലാ യുഅ്സാ, ധിക്കരിക്കാതെ അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയണം. അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിക്കാതെ, റബ്ബ് വിരോധിച്ച, റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനവും വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് വിശ്വാസത്തിലായാലും ആചാരത്തിലായാലും അനുഷ്ഠാനത്തിലായാലും, അതല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ പോലും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തോട് ചോദിക്കും, ഇന്ന് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റത് മുതൽ, പ്രഭാതത്തിൽ നിന്ന് കിടക്കപ്പായയിൽ നിന്ന് എണീറ്റത് മുതൽ ഈ സമയം വരെ അള്ളാഹുവിന് ഇഷ്ടമുള്ള, റബ്ബിനെ അനുസരിക്കുന്ന എത്ര പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു? റബ്ബിന് ഇഷ്ടപ്പെടാത്ത, റബ്ബിനെ ധിക്കരിക്കുന്ന, റബ്ബ് ചെയ്യരുതെന്ന് പഠിപ്പിച്ച, അള്ളാഹുവിന്റെ ശാപവും കോപവും ലഭിക്കുന്ന എത്ര സംസാരങ്ങൾ നമ്മിൽ നിന്നുണ്ടായി, എത്ര പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടായി, എത്ര സമ്പത്ത് അങ്ങനെ നമ്മൾ സമ്പാദിച്ചു? കൃത്യമായി പരിശോധിക്കാൻ നമുക്ക് കഴിയണം. തഖ്വ എന്നാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതോടൊപ്പം റബ്ബിനെ ധിക്കരിക്കാത്തവനാകാൻ കഴിയണം. റബ്ബിനെ ധിക്കരിക്കാത്തവനാകാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. പരലോകത്ത് വെച്ച് അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഖിയാമത്ത് നാളിൽ അവന്റെ മുഖത്തേക്ക് പോലും അള്ളാഹു നോക്കുകയില്ല എന്നാണ്. വലാ യുസക്കീഹിം, അവനെ തിന്മകളിൽ നിന്ന് അള്ളാഹു സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവന് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? അള്ളാഹു നോക്കാത്ത, അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു സംസ്കരിക്കാത്ത നരകത്തിന്റെ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ ആരാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഈ വാക്ക് കേട്ടപ്പോ സദസ്സിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ? അള്ളാഹുവിന്റെ എല്ലാ അവഗണനക്കും വിധേയരായ ആളുകൾ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പഠിപ്പിച്ചു, അൽ മുസ്ബിലു, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി, നമ്മുടെ വസ്ത്രത്തിന്റെ അവസ്ഥ എന്താണ്? ഒരുപക്ഷേ വുദു എടുത്ത് കയറുമ്പോൾ മാത്രം നിര്യാണിക്ക് മുകളിലാക്കുകയും അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അത് താഴേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നവരാണോ നമ്മളെങ്കിൽ? അങ്ങനെയാണോ നമ്മളെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണോ? റബ്ബ് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? സിനിമാ നടന്മാരുടെയും അതുപോലെ തന്നെ വലിയ കളിക്കാരുടെയും ഒക്കെ വസ്ത്രധാരണവും അവരുടെ ജീവിത രീതികളും അവരുടെ നടത്തവും അവരുടെ ഓരോ ചുവടുകളും കൃത്യമായി അനുകരിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിയിട്ടുണ്ട് എന്നതാണ്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പരിഗണന മാത്രം ലഭിക്കുന്ന ഒരു ലോകത്ത്, ഒരു ദിവസത്തിൽ അള്ളാഹു നോക്കാത്ത
അള്ളാഹു സംസ്കരിക്കാത്ത, അള്ളാഹു സംസാരിക്കാത്ത വിഭാഗങ്ങളിൽ പഠിപ്പിച്ചവരാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവർ. എത്ര ലാഘവത്തോടെയാണ്, എത്ര നിസ്സാരതയോടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ വാക്കിനെ നമ്മൾ കാണാറുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ, അതൊക്കെ നിസ്സാരമല്ലേ? ഇല്ല, തിന്മയിലൊന്നും നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഞാൻ നിസ്കരിക്കണ്ടല്ല, അതൊന്നും കുഴപ്പമില്ല, കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അനുസരിക്കുന്ന വിശ്വാസികളാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളാകാൻ, അങ്ങനെയുള്ള പുരുഷന്മാരാകാൻ കഴിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സ്ത്രീകളോട് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാ, അയ്യുഹൻ നബി, നബിയേ, കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. കുല്ലി അസ്വാജിക്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വബനാതിക്, നിങ്ങളുടെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം. വനിസാഇൽ മുഅ്മിനീൻ, വിശ്വാസിനികളായ സ്ത്രീകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവരുടെ തങ്ങളുടെ മൂടുപടങ്ങൾ, തങ്ങളുടെ മുഖമക്കനകളുടെ അറ്റം തങ്ങളുടെ മാറിലേക്ക് താഴ്ത്തിയിടണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വാക്കാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വാക്കാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങുന്ന നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരിമാർ ഹറാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ വിശ്വാസികളാണോ? നമ്മൾ തെക്കുവയുള്ളവരാണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. നമ്മളൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് ഗുരുതരമായ തെറ്റുകളെ പോലും നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇപ്പൊ ലോർത്തുണ്ട് എന്നാ പറയാം. ഇങ്ങനെ പറയാം, അതൊക്കെ ഇപ്പൊ ലോർത്തുണ്ട്, അതോടുകൂടി അത് ഹലാലായി എന്നുള്ളതാണ്. എത്ര നിസ്സാരതയോടെയാണ് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യകളുടെയും കൽപ്പനകളെ നമ്മൾ നിഷേധിക്കുന്നത്, നിസ്സാരവൽക്കരിക്കുന്നത്. ഇങ്ങനെയല്ല തഖ്വയുള്ളവൻ, സ്വർഗാവകാശിയായ, സ്വർഗം ഒരുക്കി വെക്കപ്പെട്ടത് മുത്തഖീങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ ആ മുത്തഖിയാകാൻ ചില ക്വാളിറ്റികൾ ഉണ്ടാകണം. അള്ളാഹുവിനെ ഒരു കാര്യത്തിലും ധിക്കരിക്കാത്തവനാകണം, പൂർണ്ണമായും അള്ളാഹുവിനെ അനുസരിക്കുന്നവനാകണം. രണ്ടാമതായി പഠിപ്പിച്ചത് റബ്ബിനെ ഓർക്കുന്നവനാകണം എന്നാണ്. എങ്ങനെ ഓർക്കണം? മറക്കാതെ ഓർക്കണം എന്നാണ്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ആരാധനകളിലൂടെ നമ്മുടെ റബ്ബിനെ ധാരാളമായി ഓർക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അള്ളാഹു വാഗ്ദാനങ്ങൾ ലംഘിക്കാത്ത അള്ളാഹു തന്റെ അടിമകൾക്ക്, വിശ്വാസികൾക്ക് നൽകുന്ന 4 വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. ലോകരക്ഷിതാവായ, വാഗ്ദാനങ്ങൾ ലംഘിക്കാത്ത റബ്ബിന്റെ ഉറപ്പാണ് ഫദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. പക്ഷെ നമ്മൾ ഓർക്കാറുണ്ടോ? ഇപ്പോൾ നമ്മൾ ഓർക്കുക, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതത്തിന്റെ കയങ്ങളിലാകുമ്പോൾ, വേദനകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പറയും, പടച്ച റബ്ബേ, പ്രാർത്ഥിക്കും നമ്മൾ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കും നമ്മൾ. പക്ഷെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും മറക്കാതെ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഐനാനി ലാ തമസ്സഹുമന്നാർ, 2 കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. ഒന്ന് ഐനുൻ ബാത്തത്ത് തഹറുസു ഫീ സബീലില്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളാണ്. നമുക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ, റബ്ബിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തേത് പഠിപ്പിച്ചത് വഅൈനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, റബ്ബിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്. റബ്ബിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകളാണ്. അർശിന്റെ തണലിന്റെ അവകാശികളെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത് ഐനാഹു, ഒറ്റക്കാകുമ്പോൾ റബ്ബിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ.
ഒറ്റക്കാകുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്ന മനുഷ്യർ അവർ അർശിന്റെ തണലിന്റെ അവകാശികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്ക് അള്ളാഹനെ ഓർക്കാൻ കഴിയാറുണ്ടോ? അള്ളാഹനെ ഓർക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനോട് ചോദിക്കും. 5 വക്ത് നമസ്കാരം, നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം, കിതാബൻ മൗഖൂത, സമയബന്ധിതമായി നിർവഹിക്കേണ്ട ആരാധനാ കർമ്മമായി ഇസ്ലാം പഠിപ്പിച്ച നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? എന്തൊക്കെ ന്യായം പറയാറുണ്ട് നമ്മൾ. കടയിൽ തിരക്കായിരുന്നു, അവിടെ ഭയങ്കര അർജന്റ് ആയി പോയി. പക്ഷേ റമദാൻ മാസത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ എന്താ പറയാ, ഇപ്പൊ വരട്ടോ ജമാഅത്ത് തുടങ്ങാനായിക്കുന്ന അവര്. ഒരു റമദാൻ മാസത്തിൽ മാത്രമല്ല ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടത്. ജീവിതത്തിലുടനീളം എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ സ്മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനെ സ്മരിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയേണ്ടത്. മൂന്നാമതായി തഖ്വയുടെ അടയാളം പറഞ്ഞത് നന്ദിയുള്ളവരാകണമെന്നാണ്. റബ്ബിന് നന്ദിയുള്ളവരാകണം, നന്ദി കേട് കാണിക്കാൻ പാടില്ല എന്നാണ്. ജീവിതത്തിൽ ഒരു 2 മിനിറ്റ് ഒരു ഒപ്പിടാന് നമ്മള് ഒരു പഞ്ചായത്ത് ഓഫീസിൽ നിൽക്കുമ്പോൾ ഒരു താഴെ നമ്മുടെ പേരിന്റെ താഴെ ഒരു ഒപ്പിടാന് ഒരു 2 രൂപേന്റെ പേന തന്ന ആളുകളോട് വരെ നമ്മൾ പറയാറുണ്ടാണ് നന്ദിയുണ്ട് എന്നാണ്, അല്ലെ? നന്ദിയുണ്ട് എന്നാണ്. ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ കൈവച്ച് നമ്മൾ പറയണം, ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദിയുള്ളവനാകണം. വേറെ ആരോടും നമ്മൾ നന്ദി പറഞ്ഞിട്ടില്ല, നമ്മുടെ റബ്ബിനോട് നന്ദിയുള്ളവനാകണം. കാരണം പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരോഗ്യത്തോടെ ഒരു പ്രശ്നവുമില്ലാതെ ഇവിടെ ഇരുന്ന് സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി വേദനകളില്ലാതെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഈ ഖുത്ബ കേൾക്കുമ്പോ എത്രയോ മനുഷ്യർ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ വേദന കൊണ്ട് കഴിയുന്നവരുണ്ട്. വീടകങ്ങളിൽ കിടക്കപ്പായിൽ കിടന്ന് പുളയുന്ന ആളുകളുണ്ട്. പല പരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. അവരിൽ നിന്നൊക്കെ അല്ലാഹു വ്യത്യസ്തരായി എല്ലാ അനുഗ്രഹങ്ങളും തന്നു നമുക്ക് തിരിച്ചെന്ത് കൊടുക്കാൻ കഴിഞ്ഞു, തിരിച്ചെന്ത് നൽകാൻ കഴിഞ്ഞു. സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ. കോഴിക്കോട് ബീച്ചിൽ എന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ, ഒരു മരത്തണലിൽ ഇരിക്കുമ്പോ 4 വയസ്സുള്ള ഒരു പെൺകുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ആ കുട്ടി ശരീരമാസകലം ചളിയും പൊടിയും അതുപോലെ തന്നെ കീറിയ ഒരു ഉടുപ്പ് ധരിച്ച ഒരു പെൺകുട്ടി ഓടി വന്ന് കൈ നീട്ടി ഞങ്ങൾ ഒരു സംഖ്യ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ അതുക മുറുകെ പിടിച്ച് ചിരിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ മടിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു 4 വയസ്സുകാരി പെൺകുട്ടിയുടെ ചിത്രം ആലോചിച്ച് നോക്കി നിങ്ങള്. ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത ഒരു പ്രായത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി താൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു ഗതികേട് എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്നിട്ടില്ല. എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്നിട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആദിയാത്തിന്റെ ആദ്യ വചനങ്ങളിൽ പറഞ്ഞത്, 4 കാലിയായ കുതിര എന്ന ജീവി തന്റെ യജമാനന് വേണ്ടി നന്ദി കാണിക്കുന്നത് പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയോ ഈ ആയുസ്സിൽ എന്റെ റബ്ബിനോട് ഞാൻ നന്ദി കേട് കാണിച്ചിട്ടില്ല എന്ന്?